മമ്മൂക്കയോടൊപ്പം ദുബായിലും അബുദാബിയിലും യാത്ര ചെയ്തിട്ടുണ്ട്. അങ്ങനെ ആണ്. ഒരുപാട് നല്ല മെമ്മറീസ് ഉണ്ടായിട്ടുണ്ട്. എത്ര ദിവസങ്ങൾ ഉണ്ടായിരുന്നു ആ യാത്രയൊക്കെ? 3 days. മാമാങ്കം എന്ന് പറഞ്ഞ സിനിമയുടെ ഷൂട്ടിൽ വെച്ചിട്ടാണ്. അങ്ങനെ ഷൂട്ടിംഗ് പർപ്പസിനാണോ പോയത്? അല്ലല്ല, ഷൂട്ടിംഗ് പർപ്പസ് അല്ല. എന്നെ കൊണ്ടുപോകേണ്ട ആവശ്യമില്ല ശരിക്കും. അതിനകത്ത് വേറെ ആൾക്കാരുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് കൊണ്ടുപോയി, നമുക്ക് നന്നായിട്ട് കെയർ ചെയ്തു, നമുക്കിടെ ഒപ്പം തന്നെ സഞ്ചരിക്കാൻ പറ്റി. ഞാൻ ഒരു ദുബായില് വലിയൊരു ബിസിനസ് മീറ്റ് നടക്കുന്നു, സിനിമയുടെ കണക്റ്റഡ് ആയിട്ടാ. മമ്മൂക്കിനെ കാണാനായിട്ട് കുറെ അറബികളൊക്കെ വന്നിട്ടുണ്ട്. അന്ന് നമുക്ക് ഇങ്ങനെ ഒരു സോഫയാണ്, മമ്മൂക്ക ഇരിക്കുന്നുണ്ട്, ഞങ്ങൾ പുറത്തവിടെ നിൽക്കുന്നുണ്ട്. മമ്മൂക്ക എന്നെ വിളിച്ചിട്ട് ബിജു വാ ഇവിടെ ഇരിക്കുന്നു പറഞ്ഞിട്ട് മമ്മൂക്കയുടെ അടുത്തിരുത്തി ഇവരുടെ മുമ്പില്. അതൊക്കെ എനിക്ക് ഭയങ്കര പ്രൗഡായ ഒരു നിമിഷങ്ങളാണ്. പിന്നെ അന്ന് മാതൃഭൂമിയുടെ ഒരു പ്രോഗ്രാം നടക്കുന്നത്, മമ്മൂക്ക മാത്രമേ ഉള്ളൂ അതിനകത്ത്. മമ്മൂക്ക മാത്രമേ ആ സ്റ്റേജിൽ കയറാൻ പറ്റുള്ളൂ. മമ്മൂക്കയുടെ ഒപ്പം എന്നെയും കൊണ്ടുപോയിട്ട് ആ സ്റ്റേജിൽ കയറി, അവിടെ നിന്ന് സംസാരിച്ചു. വേറെ ആരും ആ സ്റ്റേജിൽ കയറിയിട്ടില്ല മമ്മൂക്കയുടെ ഒപ്പം. എത്ര സന്തോഷം തോന്നിയ നിമിഷങ്ങളാണല്ലേ ബൈചേട്ടാ? ഒരുപാട് സന്തോഷം തോന്നിയ നിമിഷങ്ങളുണ്ട്. അതാണ് സിനിമയിൽ നിന്ന് കുറെ കാര്യങ്ങൾ മധുരാജയുടെ ഷൂട്ടിന്റെ സമയത്ത് ഞങ്ങള് അപ്പൊ ക്യാരവൻ ഇങ്ങ് എത്തത്തില്ല. അപ്പൊ അന്ന് ഒരു ഫൈറ്റ് സീക്വൻസ് ഞങ്ങള് മറ്റേ സ്റ്റേജ് പൊങ്ങി പോകുന്ന ഇതാ. അപ്പൊ ശരിക്കും അതിന്റെ ഒരു ഇതിടാനായിട്ട് ഷർട്ടിന്റെ ഇവിടെ ചെയ്തിട്ട്, അപ്പൊ ഞങ്ങൾ എല്ലാവരും കൂടി ഇരിക്കുന്ന ഇതുണ്ട്. നമുക്ക് ബാക്കിയുള്ള ആൾക്കാരെല്ലാവരും, ആർട്ടിസ്റ്റ് എല്ലാം ഇരിക്കുന്ന ഒരു സ്ഥലം. അങ്ങനെ മമ്മൂക്ക വരുമ്പോ തന്നെ ഒരു ഇതാണല്ലോ. അപ്പൊ മമ്മൂക്ക വരുന്നു, എല്ലാരും പുറത്തോട്ട് ഇറങ്ങണം. മമ്മൂക്കൊക്കെ ഷർട്ട് ഇട്ടിട്ട് ഇത് ചെയ്യണം. എല്ലാരും പുറത്തോട്ട് ഇറങ്ങുമ്പോ എല്ലാരും മാറ്റും. അപ്പൊ ഞാനും ഇങ്ങനെ ഇറങ്ങി വരിക, എന്നോ നീ വേണ്ട അവിടെ ഇരുന്നോ എന്ന് പറഞ്ഞു. അങ്ങനെ കുറെ. അപ്പൊ ഞാന് അതുപോലെ നമ്മുടെ കോവിഡ് ടൈമില് ആരും പുറത്തോട്ട് ഇറങ്ങത്തില്ലോ. അങ്ങനെ ഞാൻ കുറച്ച് ഫിഷൊക്കെ ഇട്ടാന്ന് മമ്മൂക്ക എടുത്ത് വന്നു. മമ്മൂക്ക ഇറങ്ങി വന്നു, എന്നോട് വഴക്ക് പറഞ്ഞു, എന്തിനാ നീ ഇതൊക്കെ ഇട്ട് വന്നേ? എന്നിട്ട് പറഞ്ഞു ഞാനായതുകൊണ്ടിട്ടാണ് പുള്ളിക്കാരൻ. അങ്ങനെ വഴക്ക് പറഞ്ഞു, എന്തിനാ ഇങ്ങനെയൊക്കെ നടക്കുന്നത് എങ്ങനെയൊക്കെ ചോദിച്ചിട്ട്. അങ്ങനെ കുറേ ഇത്. അണ്ണൻ തമ്പി എന്ന് പറഞ്ഞ സിനിമ എന്റെ തിയേറ്ററിൽ അത് ഞങ്ങൾക്ക് ആദ്യമായിട്ട് റിലീസ് ചെയ്ത് കിട്ടിയ സിനിമയാണ്. അണ്ണൻ തമ്പി മുതല് ഒരു 6-7 സിനിമയ്ക്ക് ഞാൻ മമ്മൂക്കനെ ആ ടൈമിൽ വിളിക്കും. മമ്മൂക്കയുടെ ഫസ്റ്റ് ഇൻട്രോ സമയത്ത് ഞാൻ മമ്മൂക്കനെ വിളിക്കും ഫോൺ. എന്നിട്ട് ആൾക്കാർ ഭയങ്കര ഫാൻസ് അല്ലേ, ഈ ബഹളമൊക്കെ ഞാൻ കേൾപ്പിച്ചു കൊടുക്കും മമ്മൂക്കനെ. അങ്ങനെ കുറെ അത്രയും ഇതുണ്ട്. ഈ അടുത്ത കാലത്താണ് ഞാൻ മമ്മൂക്കയുടെ കൂടെ, ഞാനിപ്പോ ലാസ്റ്റ് ബർത്ത്ഡേക്ക് ഞാൻ ഇവിടുന്ന് മൂന്നാർ പോയി. അപ്പോ ആരും പോയിട്ടുള്ളൂ, മമ്മൂക്കയും ഫാമിലിയും മൂന്നാർക്ക് പോയി. അങ്ങനെ ഞാൻ ഒരു വലിയ ബൊക്കെയൊക്കെ ആയിട്ട് വെളുപ്പാങ്കാലത്ത് അവിടെ ചെന്നു. അപ്പൊ പുള്ളിക്കാരൻ അവിടെ ഉണ്ടെന്ന് ആർക്കും അറിയത്തില്ല. അവിടെ പോയി ഞാൻ കണ്ടുപിടിച്ച് ആ ബർത്ത്ഡേക്ക് എനിക്ക് വിഷ് ചെയ്യണമെന്ന് തോന്നുന്നു മമ്മൂക്ക അടുത്ത്. അപ്പൊ ഞാൻ അവിടെ ചെന്നപ്പോ തന്നെ പറഞ്ഞു അവരാരെയും കയറ്റി വിടത്തില്ല. ആ ബർത്ത്ഡേക്ക് മമ്മൂക്ക വന്നിട്ട് എൻ്റെ അടുത്ത് എന്തിനാ നീ ഇന്നലെ കണ്ടേയല്ലേ, പിന്നെ എന്തിനാ വന്നേ, ഇത്രയും ദൂരം വന്ന എന്തിനാ, ഒക്കെ എല്ലാം വാങ്ങി. അതിനുശേഷം ഞാൻ പോന്നു. എന്നിട്ട് മമ്മൂക്ക കൂടെയുള്ളവരോട് പറഞ്ഞു അവന് സങ്കടം ഉണ്ടാവും, ഞാനൊരു കോഫി പോലും അവന് കൊടുത്തില്ല അങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട്. എന്നിട്ട് എന്നോട് മമ്മൂക്കനെ വിളിക്കാൻ പറഞ്ഞു അതിനുശേഷം. അപ്പൊ അങ്ങനെ കുറെ മമ്മൂക്കയായിട്ട് കുറെ അത്രയും ആത്മബന്ധം ഉണ്ടായി. അതുകൊണ്ട് തന്നെയാണ് മമ്മൂക്ക കറക്റ്റ് റൈറ്റ് ടൈമില് എന്നോട് ചോദിച്ചു എത്ര മണിക്കാണ് ഈ ഫംഗ്ഷൻ നടക്കുന്നത് എന്നൊക്കെ എല്ലാം ചോദിച്ചിട്ട് ആ റൈറ്റ് ടൈമില് ഒരു വെള്ളിയേട്ടനെ പോലെ കയറി വന്നു. എല്ലാരും മുമ്പിൽ വെച്ചിട്ട് എന്നെ കെട്ടിപ്പിടിച്ചു. അങ്ങനെ എന്നിട്ട് അങ്ങനെ പുള്ളിക്കാരൻ അത്രയും ക്രൗഡായിരുന്നു, ഒരുപാട് പേര് ഉണ്ടായിരുന്നു. കുറെ കൂടെ സ്പെൻഡ് ചെയ്ത് കല്യാണത്തിനും മമ്മൂക്ക തീർച്ചയായിട്ടും ഉണ്ടാവും അല്ലേ? അതെ അതെ, എത്താൻ പറ്റട്ടെ. ഇപ്പൊ എനിക്ക് മനസ്സിലായി ബൈജു ചേട്ടന്റെ വീട്ടില് എന്തുകൊണ്ടാണ് ബൈജു ചേട്ടന്റെ കുറെ ട്രോഫികൾ ഇങ്ങനെ മെമന്റോകളുടെ ഇടയിൽ മമ്മൂക്കയുടെ മാത്രം ഒരു മുഖം, ഒരു മെമന്റോ അവിടെ വെച്ചത്. അതിന്റെ പിന്നിലത്തെ രഹസ്യം ഇന്നിപ്പോ വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലായി. ഇത്രയും ഡെപ്തിൽ അന്ന് പറഞ്ഞില്ല, പക്ഷെ ഇന്നിപ്പോൾ ആ ഡെപ്തിൽ പറഞ്ഞപ്പോഴാണ് ആ ആത്മബന്ധം, നിങ്ങളുടെ തമ്മിലുള്ള ആ ഒരു ബന്ധത്തിന്റെ ആഴം മനസ്സിലായത്. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ അന്ന് 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയം മുതലേ മമ്മൂട്ടി എന്നൊക്കെ ഇപ്പോഴല്ല, അന്ന് മമ്മൂട്ടി എന്നല്ലേ പറയുള്ളൂ. അതെ. അപ്പോ